അങ്ങനെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞിട്ടില്ല. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ ഒരാളുടെ പേരോ കാര്യങ്ങളോ ഒന്നും തന്നെ പരാമർശിക്കുന്നില്ല. ഈ പറഞ്ഞ ഞാൻ ഇത്രയും നേരം നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന എൻ്റെ 2 വീഡിയോയിൽ ഞാൻ ആരെ പറ്റിയാണോ മെൻഷൻ ചെയ്തുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെ പറ്റിയാണോ മെൻഷൻ ചെയ്തത്, ആ വ്യക്തി എനിക്ക് നേരെ തോക്ക് ചൂണ്ടിയിട്ടുണ്ട്. ആ സമയം ആ പ്രധാന ആക്ടർ എന്താ പറയുക, മദ്യലഹരിയിലായിരുന്നു. ഇദ്ദേഹത്തിനോട് ഞാൻ പിറ്റേ ദിവസം ഇത് ചോദിച്ചപ്പോൾ, എടാ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യോ, തമാശയ്ക്ക് കാണിച്ചതാ എന്ന്. പക്ഷെ അദ്ദേഹം ആ സമയത്ത് എന്നോടൊരു ഡയലോഗും കൂടി പറഞ്ഞിരുന്നു, ഈ കാര്യം നീ പുറത്ത് എവിടെയെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ലിജേഷ് നീ ഗാലി എന്നാണ് അയാൾ എന്നോട് പറഞ്ഞത്. അന്ന് തുടങ്ങി എൻ്റെ മൈൻഡിൽ കിടക്കുന്നുണ്ട്. ഇത് ഏതൊരു കാര്യത്തിനെ പറ്റി സംസാരിച്ചപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷഫീഖിൻ്റെ സന്തോഷം എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നു. ആ സിനിമയിൽ ഇദ്ദേഹം ഈ പറഞ്ഞ നമ്മുടെ സുപ്രധാന ആക്ടർ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അഭിനയിച്ച ആള് അതിൽ അഭിനയിച്ച പ്രധാന നായകന്റെ ക്യാരവനിൽ കണ്ട ഒരു രഹസ്യം, ഒരു കാര്യം ഇദ്ദേഹം പറഞ്ഞു. ഈ പ്രധാന ആക്ടർ, നമ്മൾ ഈ പറയുന്ന അണ്ണാച്ചി, അയാൾ പറയുന്നതിൽ ഒരിക്കലും എനിക്കത് സത്യമുണ്ടെന്ന് ഞാൻ തോന്നിയില്ല. കാരണം ഞാൻ അറിയാവുന്ന ആ സിനിമയിലെ ആ നായകനെ എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ കുറേ കാര്യങ്ങളെല്ലാം ഞാൻ അദ്ദേഹത്തിൻ്റെ വേറൊരു സെറ്റിൽ പോയപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളെല്ലാം കണ്ടിട്ട് എനിക്ക് വളരെയധികം അഭിപ്രായം, മലയാളീസിന് തന്നെ നല്ലൊരു അഭിപ്രായമുള്ള ഒരു വ്യക്തിയാണത്. അദ്ദേഹം സ്ട്രേറ്റ് ഫോർവേഡ് ആണ് എന്ന് എനിക്കറിയാം. അപ്പോൾ അദ്ദേഹത്തിനെ പറ്റി അങ്ങനെ ഒരു അലിഗേഷൻ പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട്, ഈ പറഞ്ഞ സുപ്രധാന ആക്ടർ ഉണ്ടല്ലോ അണ്ണനോട്, ഞാൻ തർക്കിച്ചിരുന്നു. അദ്ദേഹം അങ്ങനെയൊന്നും ചെയ്യില്ല. പിന്നെ അദ്ദേഹം റെമ്യൂണറേഷൻ ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ ആ സമയത്ത് ഞാൻ ഈ റെമ്യൂണറേഷൻ കിട്ടിയതായിട്ടുള്ളൊരു പേപ്പറോ സ്റ്റേറ്റ്മെൻറ്റോ ഒന്നും കണ്ടിട്ടുമില്ല. ആ സമയത്താണ് ഈ പറഞ്ഞ സുപ്രധാന ആക്ടർ എന്നെ ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിലാണ് എനിക്കത്. എന്തുകൊണ്ട് ഞാൻ ഇത്ര നാൾ പറയാതിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് മാറിപ്പോയി 2 കൊല്ലത്തേക്ക് എനിക്ക് അദ്ദേഹത്തിന് യാതൊരു പ്രശ്നവും, അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് എനിക്ക് പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല. കാരണം ഞാൻ ഒരു സ്ഥലത്തും വന്നിട്ടുണ്ടായില്ല, ഇദ്ദേഹത്തിനെതിരായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം തന്നെ 2023 ബർത്ത്ഡേക്ക് ഞാൻ അദ്ദേഹത്തിന് വിഷ് ചെയ്തിരുന്നു. അദ്ദേഹം എനിക്ക് റിപ്ലൈ കാര്യങ്ങളൊന്നും തന്നില്ല. അയാൾ സീനായെങ്കിലും എനിക്ക് റിപ്ലൈ തന്നില്ല. ഞാനത് പ്രതീക്ഷിച്ചില്ല. ഞാൻ അറിയാവുന്ന ഒരാളെ, അദ്ദേഹത്തിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് അറിയാവുന്നതുകൊണ്ട് ഞാൻ ചെയ്തതാണ്. പിന്നെ ഈ പറഞ്ഞ ഷഫീഖിൻ്റെ സന്തോഷത്തിലെ ആ പ്രധാന നടൻ മാത്രമല്ല, മറ്റൊരു സുപ്രധാന നടൻ എനിക്ക് പേഴ്സണലി അറിയാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി ഞാൻ കഥ പറഞ്ഞിട്ട് അദ്ദേഹം എൻ്റെ കഥയ്ക്ക് ഓക്കെ പറഞ്ഞിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിനെ പറ്റിയൊരു അലിഗേഷൻ എന്നോട് പറഞ്ഞു. ഒരു വിദേശ വനിതയായിട്ടുണ്ടായിരുന്ന ഇപ്പോൾ ഒക്കെ എല്ലാം എന്താ പറയുക, എല്ലാത്തിനും ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു മാറ്റർ ഉണ്ടല്ലോ, സ്ത്രീകളുടെ മലയാള സിനിമയിൽ തന്നെ ചർച്ച ചെയ്യേണ്ടത് ഹേമ കമ്മിറ്റി ഇഷ്യൂ, അതിലൊക്കെ പറയാൻ പറ്റുന്ന പോലത്തെ ഒരു കാര്യമാണ് ഇദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു അദ്ദേഹം അങ്ങനെ ചെയ്യില്ല. അവിടെ നിന്നാണ് ഞാൻ ഇദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ തിരിച്ചറിയുന്നത്. കാരണം ഇദ്ദേഹത്തിന് വൈരാഗ്യമുള്ള, ഇഷ്ടപ്പെടാത്ത ആൾക്കാരെ പറ്റി ഇയാൾ പല കാര്യങ്ങൾ പറയും. മമ്മൂക്കയെ പറ്റി പറഞ്ഞിട്ടുണ്ട്, ലാലേട്ടനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ പണ്ടത്തെ എന്തോ ഇവർ തന്നെ പറഞ്ഞു കേട്ടതോ സെറ്റിലിരുന്ന് കേട്ട കുറേ കഥകളാണ്. അതിലൊന്നും എനിക്ക് അത്ര വിശ്വാസയോഗ്യമായിട്ട് തോന്നുന്നില്ല. ഇത് അദ്ദേഹം അത്രയധികം വിശ്വാസയോഗ്യമായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ ഒരുപാട് പറയുകയും ചെയ്തു, ഇല്ല ഞാൻ അറിയുന്ന അദ്ദേഹം അങ്ങനെ ചെയ്യില്ല. ഈ പറഞ്ഞ ഈ നടന്, നായകന്, ഷഫീഖിൻ്റെ സന്തോഷ നായകന് എന്നെ കറക്റ്റായിട്ട് അറിയുമെന്ന് അറിയില്ല. അദ്ദേഹം കണ്ടിട്ടുണ്ടാവായിരിക്കാം, മേ ബി കാണാനുള്ള സാധ്യത. ഈ പറഞ്ഞ സുപ്രധാന ആക്ടർ ഈ ലിവർ പരിപാടി കാര്യങ്ങളൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ആദ്യം കാണാൻ വന്നത് ആ ആക്ടറാണ്. ഇത്രയധികം വെറുപ്പിച്ചിട്ട് നാണം കെടുത്തിട്ട് അദ്ദേഹമാണ് ആദ്യം കാണാൻ വന്നത്. പിന്നെ ആ ചിത്രത്തിൻ്റെ ഡയറക്ടറുമാണ് രണ്ടാമത് കാണാൻ വന്നത്. വേറെ ആരും ഞാനവിടെ അധികം കണ്ടിരുന്നില്ല. പിന്നെ അമ്മയുടെ ഓഫീസിൽ നിന്ന് അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കാര്യം എനിക്ക് ഇതിനാണ് എനിക്ക് പേടി, എൻ്റെ ജീവന് എന്തെങ്കിലും ഭീഷണി ഉണ്ടാവുമോ എന്നുള്ളത്. ഈ സുപ്രധാന നടന്ന് ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് സ്വാധീനമുണ്ട് എല്ലാ തരത്തിലും, നിയമത്തിലും എല്ലാ കാര്യങ്ങളിലും വളരെയധികം സ്വാധീനം. നമ്മൾ വിചാരിക്കുന്ന ഒരാളല്ല ഈ പ്രധാന ആക്ടർ. ഒരുപാട് സ്വാധീനം, ഒരുപാട് ഗുണ്ട ബന്ധങ്ങൾ, അത് കേരളത്തിലും എറണാകുളത്തും തമിഴ്നാട്ടിലും ഒക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഒരുപാട് ഭീഷണിയുണ്ട്. എന്തുതന്നെയാണെങ്കിലും ഞാൻ ഇതിനെ തുടർന്ന് ഇന്ന് വൈകിട്ട് ഞാനിപ്പോൾ സ്റ്റേഷനിലേക്ക് എന്തെങ്കിലും എന്നെ വിളിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അതിന് മുമ്പ് ഒരു ലൈവ് വരുന്നതാണ്. ഞാൻ ഇത്തരത്തിൽ സ്റ്റേഷനിലോട്ട് ഈ കാര്യം പറയാൻ പോകുന്നുണ്ട് എന്നുള്ള കാര്യം തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ അറിയിക്കുന്നതാണ്. ഇതുവരെ എനിക്ക് കോൾസോ വേറെ കാര്യങ്ങളോ ത്രെറ്റനിങ്ങോ ഒന്നും ഇതുവരെ വന്നിട്ടില്ല. ഓക്കെ, ഈ പറഞ്ഞ സുപ്രധാന ആക്ടർ അന്ന് എന്നോട് പറഞ്ഞ ആ കാര്യം മാത്രമാണ് എൻ്റെ ഉള്ളിൽ ഭീഷണിയായിട്ട് എനിക്ക് കിടക്കുന്നത്. എനിക്ക് പേടി ഇപ്പോൾ ഉണ്ട്. എനിക്ക് എന്തുമാത്രം എൻ്റെ ലൈഫിൻ്റെ എനിക്ക് വളരെയധികം പേടിയുണ്ട്. എന്ന് വെച്ചാൽ പേടി കാണിച്ച് നിൽക്കാനൊന്നും എന്നെ കിട്ടില്ല. ഞാൻ പറയും, കൂടിപ്പോയി എന്താ കൊല്ലും ഞാൻ പറയും. ഇതെനിക്ക് പറയാനുള്ളൂ. ഞാൻ എന്തായാലും ഇന്ന് തന്നെ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ സ്റ്റേഷനിൽ ഞാൻ പറയും. അത് എവിടേക്കാണോ എൻ്റെ പ്രധാനപ്പെട്ട മേൽവിഭാഗങ്ങൾ ഏതൊക്കെയാണോ എല്ലാ സ്ഥലത്തേക്കും ഞാൻ ഒരുമിച്ച് മെയിലും ഇതേപോലെ തന്നെ കംപ്ലയിൻറ്റ് ഞാനിന്ന് കൊടുക്കുന്നുണ്ട്. ബാക്കി ഞാനിതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ ഞാൻ പറയാം. ഈ സമൂഹം എനിക്ക് എന്തെങ്കിലും സംരക്ഷണം തരുമോ എന്ന് എനിക്കറിയില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.